ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിത് വന്നിട്ട് ഒരു കുക്കറിൽ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് അതും ഇട്ട് നല്ലോണം തന്നെ ആവശ്യത്തിനുള്ള വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്കയ്ക്ക് ഇപ്പോൾ എങ്ങനെ വേവ് എന്ന് അറിയാത്തത് കൊണ്ടാണ് കുക്കറിൽ വിസിൽ വെച്ച് വേവിച്ചത്. പക്ഷെ എന്താ പറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തന്നെ വെന്ത് കിട്ടി. പക്ഷെ ഇത്ര വേവണ്ടായിരുന്നു, പക്ഷെ നല്ലോണം വെന്തു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കണത് കുറച്ച് ചെറിയുള്ളി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി നേരാക്കിയത്. അപ്പോൾ നമ്മുടെ ചക്ക നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ അത് ഇളക്കിയെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറി പാകമായിട്ട് വരുമ്പോൾ ഒന്നും കൂടി കട്ടിയാവുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ ചിരകിയതാണ്. ഒരു തേങ്ങ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഒന്ന് ചതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ അരയ്ക്കേണ്ട, ഇങ്ങനെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചക്ക നല്ലോണം നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയായിട്ട് നല്ലോണം തന്നെ പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതൊക്കെ ഒന്നും ചക്കയിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു മണമൊക്കെ. നമുക്ക് നമ്മുടെ തേങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ അത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റോളം നമുക്ക് തേങ്ങയൊന്ന് ചക്കയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഒരു മീഡിയം ഗ്യാസ് വെച്ചാൽ മതി. അല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തിടേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മുടെ ചക്ക എലിശ്ശേരി പോലെ പറയാം, അത് നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഉദ്ദേശിച്ച ചക്കപ്പുഴുക്കായിരുന്നു, പക്ഷെ എന്താ പറയുക, ചക്ക നല്ലോണം വെന്ത് കിട്ടി. അപ്പോൾ ഇതൊരു എലിശ്ശേരി രൂപത്തിലായി. അപ്പോൾ നമുക്കിത് നല്ലൊരു ടേസ്റ്റാണ്. കഞ്ഞിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ നല്ലൊരു ടേസ്റ്റായിരിക്കും. ചക്ക ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളതല്ലേ. പണ്ട് കാലത്തൊക്കെ ചക്ക തന്നെ ഒരു മെയിൻ വിഭവമായിരുന്നല്ലോ മിക്ക വീടുകളിലും. അതൊരു ചക്കക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ അടുക്കളയിലെല്ലാം. ചക്കപ്പുഴുക്ക്, ചക്ക എലിശ്ശേരി, ചക്ക അട, ചക്ക പായസം, അതുപോലെ തന്നെ ചക്ക വറുത്തത്, അങ്ങനെ നമ്മുടെ മെയിൻ വിഭവമായിരുന്നു നമ്മുടെ ചക്ക. അങ്ങനെ നമ്മുടെ എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടൊന്ന് വറുത്തിട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്